നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. സമ്പൂർണ്ണ മാലിന്യ മുക്തിയിലേക്ക് ഇരവിപേരൂർ യാത്ര തുടങ്ങി. പ്രഖ്യാപനം ഈ മാസം 30-ന് നടക്കും. ഈ വർഷത്തെ രാജ്യാന്തര സീറോ വേസ്റ്റ് ദിനമായ 30-ന് ഇരവിപേരൂർ പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിൽ വള്ളംകുളം പാലം മുതൽ കുമ്പനാട് കല്ലുമാലി വരെയുള്ള റോഡ് വശത്താണ് മാലിന്യ ശേഖരണം തുടങ്ങിയത്. പഞ്ചായത്തിലെ പ്രധാന ടൗണുകൾ ശുചീകരിച്ച് ഹരിത ടൗണുകളായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി 25 വരെ വള്ളംകുളം, ഇരവിപേരൂർ, പഴയകാവ് എന്നിവിടങ്ങളിലും പഞ്ചായത്തിലെ തെരുവോരങ്ങളിലും ഹരിതകർമ്മസേന, കുടുംബശ്രീ, തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ മാസ് ക്ലീനിംഗ് നടത്തും. ഹരിതകർമ്മസേന പ്രവർത്തകർ പ്രധാന ടൗണുകൾ ശുചീകരിക്കുവാനും പൊതുജനങ്ങൾക്ക് ശുചിത്വാവബോധം നൽകുവാനുമുള്ള പ്രവർത്തനങ്ങൾ ഇന്നലെ തുടങ്ങി. ബോട്ടിൽ ബൂത്തുകൾ, വേസ്റ്റ് ബിന്നുകൾ എന്നിവ കാലിയാക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ബിന്നുകളിൽ നിക്ഷേപിച്ച് നാടും നഗരവും വൃത്തിയോടെ സൂക്ഷിക്കാനുള്ള ആഹ്വാനം നൽകും. നാളെ പഞ്ചായത്തിലെ വ്യാപാരി വ്യവസായികൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് എന്നിവർക്കായി ബോധവൽക്കരണ ശില്പശാല YMCA ഹാളിൽ നടക്കും. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ നിഫി എസ് ഹാക്ക് ക്ലാസ് നയിക്കും. പഞ്ചായത്തിലെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, സ്കൂളുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മുൻപിൽ ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നത് സംബന്ധിച്ച സ്റ്റിക്കർ പതിക്കുകയും അത് പാലിക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കുകയും ചെയ്യും. പൊതുസ്ഥലങ്ങളിലും മിനി MCFകൾക്ക് സമീപമായും ജലാശയങ്ങളിലും രാത്രികാലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കൈയോടെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കും. ഇതിനായി CCTV ക്യാമറകൾ നിലവിലുള്ളവ പ്രവർത്തനക്ഷമമാക്കുകയും പുതിയവ സ്ഥാപിക്കുകയും ചെയ്യും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് വാർഡ് തല ശുചിത്വ സമിതികളുടെ നേതൃത്വത്തിൽ ഈ മാസം അവസാനം ജനകീയ ശുചീകരണ യജ്ഞം നടത്തും. പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളായും, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായും, ഓഫീസുകളെ ഹരിത ഓഫീസുകളായും ജില്ലാ ശുചിത്വ മിഷൻ പരിശോധിച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നു. തുടർന്ന് പഞ്ചായത്തിലെ പ്രധാന കലാലയങ്ങളായ IGO ബൈബിൾ കോളേജ്, നസ്രത്ത് ഫാർമസി കോളേജ് എന്നിവയെ ഹരിത ക്യാമ്പസുകളായി 26-ന് പ്രഖ്യാപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KV ശശിധരൻപിള്ള പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.